ബ്രിട്ടന്റെ യുദ്ധവിമാനമായ F-35B കഴിഞ്ഞ 20 ദിവസമായി കാണുന്നത് പോലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ്. ഈ വിമാനത്തെ ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ബ്രിട്ടനിൽ നിന്നുള്ള 25 അംഗ സംഘം ഉടൻ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് 25 അംഗ സംഘം മസ്കറ്റിൽ നിന്ന് അവരുടെ അറ്റ്ലസ് വിമാനത്തിൽ ബ്രിട്ടന്റെ ആർമിയുടെ ഭാഗമായിട്ടുള്ള അറ്റ്ലസ് വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ ഈ വിമാനത്തിന് ഇവിടെ നിന്ന് ഹാങ്ങറിലേക്ക് മാറ്റും. ഹാങ്ങറിൽ വെച്ചായിരിക്കും മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തുക. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ വിമാനത്തെ തിരികെ കൊണ്ടുപോവുക. ആദ്യം പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണികൾ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്രിട്ടന്റെ തന്നെ ചരക്ക് വിമാനത്തിൽ ഇതിന്റെ ചിറകുകൾ അരികെ മാറ്റിയതിനു ശേഷം തിരികെ കൊണ്ടുപോകുമെന്നാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വരുന്നത് ബ്രിട്ടന്റെ അറ്റ്ലസ് വിമാനമാണ്. ആ വിമാനത്തിന്റെ അകത്ത് ഇതിനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ഈ വിമാനവുമായി ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബ്രിട്ടനിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമെന്ന് പറയുന്നത് പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുന്നതും ഈ ഒരു വിമാനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവർ സർക്കാരിന് നേരെ ഒരു പോരാട്ടം കൂടി ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഈ 938 കോടി രൂപ വില വരുന്ന ഈ യുദ്ധവിമാനം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ നേവിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ ചോരുമോ എന്നുള്ള ഒരു സംശയം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ 25 സംഘം ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഇവിടെ വെച്ച ഈ ഹാങ്ങറിൽ വെച്ച ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.